ഊർജം തുളുമ്പുന്ന, ഊർജം പ്രസരിക്കുന്ന മുഖഭാവങ്ങളോടെ ഒരുപാട് പ്രിയപ്പെട്ടവർ അവരുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അധ്യക്ഷവേദിയിലും സദസ്സിലും നിങ്ങളുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ ഈ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ശ്രീ NG ശ്രീനിവാസനെ ക്ഷണിക്കുന്നു. ആരാധ്യൻ ആരാധ്യൻ ദൈവം മാത്രം ആരാധ്യൻ, ഇല്ല നാമം അതിനു മേലെയായി ചൊല്ലുകിൽ പ്രകൃതിയല്ലയോ. എന്നും കുമ്പളങ്ങിക്ക് പഠിക്കുന്ന, ശ്വാസവും വിശ്വാസവും കുമ്പളങ്ങിയായ പ്രൊഫസർ KV തോമസ് മാഷിന്റെ ഹ്രസ്വമായ കാച്ചിക്കുറുക്കിയ ഒരു ജീവിതരേഖ. പ്രൊഫസർ KV തോമസ്, രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനുമായ പ്രൊഫസർ KV തോമസ് 5 തവണ ലോക്സഭയിൽ എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ അധ്യാപകനായിരുന്നു. അധ്യാപനത്തിനൊപ്പം സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച പ്രൊഫസർ തോമസ് 1984 ആദ്യമായി ലോക്സഭയിലെത്തുന്നത്. 2009 ഡോക്ടർ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ സ്വതന്ത്ര ചുമതലയുള്ള ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ സഹമന്ത്രിയായി. 3 തവണ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം വഹിച്ചു. 2 പ്രാവശ്യം നിയമസഭാംഗമായി. ടൂറിസം, ഫിഷറീസ്, എക്സൈസ് എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. എറണാകുളം DCC പ്രസിഡന്റ്, KPCC ട്രഷറർ, KPCC വർക്കിംഗ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2022 മെയ്യിൽ സജീവ കോൺഗ്രസ് രാഷ്ട്രീയം വിട്ടു. കേരള സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയാണ്. എൻ്റെ കുമ്പളങ്ങി തുടങ്ങി 8 കുമ്പളങ്ങി കഥാ സമാഹാരങ്ങൾ അടങ്ങുന്ന സീരീസ് ഏറെ ശ്രദ്ധേയമായി. സോണിയ പ്രിയങ്കരി, എൻ്റെ ലീഡർ, വിളക്കുമരങ്ങൾ, അമ്മയും മകനും, ഓർഡർ ഓർഡർ ഓർഡർ, ഫോർ ദ ഗ്രെയിൻസ്, സോണിയ, ദ ബിലവ്ഡ് ഓഫ് ദി മാസസ്, പ്രിയ സഖി ഷേർലി എന്നിവയാണ് മറ്റു പുസ്തകങ്ങൾ. 2003 പസഫിക് ഏഷ്യ ട്രാവൽസ് അസോസിയേഷന്റെ മികച്ച ടൂറിസം മന്ത്രിക്കുള്ള അവാർഡ് കിട്ടി. ഭാര്യ അന്തരിച്ച ഷേർലി തോമസ്. മക്കൾ ബിജു തോമസ്, ഡയറക്ടർ, മെർഷന്റ് ബാങ്ക് ദുബായ്; രേഖ തോമസ്, ഷേർലീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൊച്ചി; ഡോക്ടർ ജോ തോമസ്, ആസ്റ്റർ മെഡിസിറ്റി എറണാകുളം; മരുമക്കൾ ലക്ഷ്മി പ്രിയദർശിനി, ടോണി തമ്പി, ഡോക്ടർ അന്നു ജോസ്, ആസ്റ്റർ മെഡിസിറ്റി; ഗായത്രി ആൻഡെ, കുക്കു; നന്ദിക ബിജു, അമ്മു; ആന്റോണിയോ ആൻഡെ, മനു, ജോവാൻ, ജോ തോമസ് എന്നിവർ പേരക്കുട്ടികളാണ്. സ്വാഗത പ്രകടനത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനും ഒപ്പം KV തോമസ് മാഷിന്റെ 17ാമത്തെ പുസ്തകമായ കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്നുള്ള പുസ്തകത്തെക്കുറിച്ചുള്ള ഹ്രസ്വമായ വിവരണം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രശസ്തനായ മാധ്യമ പ്രവർത്തകൻ ശ്രീ അബ്ദുള്ള മട്ടാഞ്ചേരിയെ സാദരം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 80ാമത്തെ വയസ്സ് പൂർത്തീകരിച്ച ഈ വേളയിൽ ഈ നാടിൻ്റെ അനുഗ്രഹം തേടി ഈ നാട്ടുകാരനായ അദ്ദേഹത്തിൻ്റെ ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം പുറത്തിറക്കിയ 17ാമത്തെ പുസ്തകമാണ് കുമ്പളങ്ങയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്നുള്ള പുസ്തകം. ഞാൻ ആ പുസ്തകത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ പുസ്തകം ഇവിടെ ഉണ്ട്. എന്നാൽ അതിനൊരു ആമുഖം ഞാൻ പറഞ്ഞു പോവുകയാണ്. ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. നമ്മൾ രാഷ്ട്രീയം എന്താണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്തായിരിക്കണം, എങ്ങനെയാണ് അദ്ദേഹം ജീവിക്കുന്ന സമൂഹത്തോടും ദേശത്തോടും ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടതെന്നതിൻ്റെ ഒരു നേർചിത്രം നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് ബോധ്യമാകുന്നുണ്ട്. കുമ്പളങ്ങി എന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഡൽഹിയിൽ ചെന്നെത്തുകയും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കാൻ അവസരം ലഭിക്കുകയും അത് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി അവിടെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് നിർവഹിക്കുകയും ചെയ്ത ഒരു പ്രതിഭയാണ് ശ്രീ KV തോമസ് മാഷ്. അദ്ദേഹം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് രാജ്യം പട്ടിണി കിടന്ന കാലത്തു നിന്ന്
ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യത്തെ കൊണ്ടുവന്നത് 3 ദക്ഷിണേന്ത്യക്കാരാണ്. 4-മൻ കെ വി തോമസ് മാഷ്. അദ്ദേഹം ഇതിനു മുമ്പ് എഴുതിയൊരു പുസ്തകമാണ് പുതിയ സഖീഷ് ഷെർലി, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പറ്റി എഴുതിയൊരു പുസ്തകമാണ്. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് എത്ര മനോഹരമായ ഭാഷയിലാണ് ഈ മാഷ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്, എത്ര ലളിതമാണ്, പെട്ടെന്ന് വായിച്ച് മനസ്സിലാവുന്നു. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ കിട്ടിയ ക്ലാസ്സുകൾ ഞങ്ങളെ അധ്യാപകർ പറഞ്ഞിരിക്കുന്നത് ഒരു വാർത്ത എഴുതുമ്പോൾ ഏറ്റവും ലളിതമായ വാക്കുകളിലൂടെ വേണം നിങ്ങൾ ആശയവിനിമയം നടത്താൻ, ഒരിക്കലും കാഠിന്യമുള്ളൊരു പദം നമ്മൾ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ടവർ സംസാരിക്കാനുണ്ട്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം നിറഞ്ഞവർ, തോമസ് മാഷിൻ്റെ 80ാമത് പിറന്നാളാണ് ഇന്ന്. മാഷിന് എല്ലാ പിറന്നാൾ ആശംസകളും നേരുന്നു. തുടർന്നുള്ള ജീവിതത്തിലും എല്ലാ മംഗളവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിറന്നാളിൻ്റെ ഭാഗമായി കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം, മാഷിൻ്റെ ജീവചരിത്രത്തിൻ്റെ പുസ്തക പ്രകാശനം കൂടി ഈ വേദിയിൽ വെച്ചിപ്പോൾ നടക്കാൻ പോവുകയാണ്. മാഷ് ബഹുമുഖമായ രൂപത്തിൽ സമൂഹത്തിൽ ഇടപെട്ട, സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒരാളാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. രാഷ്ട്രീയക്കാരൻ, ഭരണകർത്താവ്, അധ്യാപകൻ, എഴുത്തുകാരൻ തുടങ്ങി ബഹുമുഖമായ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ നീണ്ട വർഷക്കാലമായി ഇടപെടുന്ന വ്യക്തിത്വങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് മാഷ്. മാഷിൻ്റെ ജീവചരിത്രം എന്നുള്ളത് ഇവിടെ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് സൂചിപ്പിച്ച പോലെ തന്നെ അതൊരു കാലത്തിൻ്റെ ചരിത്രം കൂടിയായിരിക്കും, ഒരു നാടിൻ്റെ ഒരു കാലത്തിൻ്റെ ചരിത്രം കൂടിയായിരിക്കും മാഷിൻ്റെ ജീവചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കപ്പെടാനും കഴിയുക. ഞാനിപ്പോൾ മാഷിനോട് പറയുമായിരുന്നു, മാഷ് ഡൽഹിയിലേക്ക് MP ആയി പോയത് 1984 അന്ന് എനിക്ക് 4 വയസ്സേ ഉള്ളൂ. നീണ്ട കാലത്തിൻ്റെ അനുഭവ സമ്പത്തുള്ള ഒരു വലിയ വ്യക്തി എന്ന നിലയിൽ ഏതാണ്ട് 40-45 വർഷക്കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ, ഇന്ത്യയുടെ ഭരണതലപ്പത്തെ ഏതാണ്ട് എല്ലാ ആളുകളോടും വലിയ ബന്ധം പുലർത്തുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് വലുതാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം വരുന്ന തലമുറയ്ക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ഈ നാടിൻ്റെ ഇന്നലകളുടെ യഥാർത്ഥ വസ്തുതകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കൂടി സഹായകരമായ ഒരു പാഠപുസ്തകം കൂടിയായിരിക്കും. ഇനി പത്രദീപ പ്രകാശനമാണ്. പത്രദീപം പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ ബഹുമാന്യ സുഹൃത്തും കുമ്പളങ്ങിയുടെ ബ്രാൻഡ് അംബാസഡറും കേരളത്തിലെ ഏറ്റവും മികച്ച പൊതുപ്രവർത്തകരിൽ ഒരാളുമായ പ്രൊഫസർ കെ വി തോമസിന് 80 വയസ്സ് തികയുന്ന ഈ സുദിനത്തിൽ അദ്ദേഹത്തിന് അനുമോദനവും ആശംസകളും അർപ്പിക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പുസ്തകപ്രകാശനം നടത്തുന്നതിന് എന്നേക്കാൾ യോഗ്യരായ മറ്റു വ്യക്തികൾ ഈ വേദിയിൽ തന്നെ ഇരിപ്പുണ്ടെങ്കിലും ഈ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല. പ്രത്യേകിച്ച് ഞാൻ തോമസ് ജേക്കബ് സാറിന് പുസ്തകം കൊടുക്കുകയല്ല വേണ്ടിയിരുന്നത്, അദ്ദേഹം എനിക്ക് തരികയാണ് വേണ്ടിയിരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ സമ്പന്നതയോടെ സഫലമായി ജീവിക്കാൻ നല്ലവനായ ദൈവം അവസരം നൽകട്ടെ
എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തോമസ് മാഷിനെ ഞാൻ നേരിട്ട് അടുത്ത് അറിയുന്നത് 1991-2 അന്ന് ഞാൻ കേരളത്തിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലാണ്. ഞാൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ എന്നെ കാണാൻ ഒരു ദിവസം അദ്ദേഹം അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ വന്നിരുന്നത്. അന്നാണ് അദ്ദേഹവുമായിട്ട് ഞാൻ നേരിട്ട് സമ്പർക്കം പുലർത്തുന്നത്. അതിനുശേഷം ഇന്ന് വരെ ധാരാളം സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഉണ്ടാവുകയും ഒരുമിച്ച് ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുകയും യാത്ര ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഡൽഹി ഹൈക്കോടതിയിൽ 7 വർഷം ജഡ്ജിയായിരുന്ന കാലത്ത്, അതിനുശേഷം പിന്നെ 4 കൊല്ലം സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കാലത്ത്, അതിനുശേഷം 5 വർഷം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ മെമ്പറായിരുന്ന കാലത്ത് ഡൽഹിയിൽ, അവിടെ ഈ ബന്ധം വളരെ സുദൃഢമായി കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഡൽഹിയിലെയും പ്രവർത്തനങ്ങൾ നേരിട്ട് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും അവസരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വ്യക്തിപരമായ ഇടപെടലിലൂടെ അദ്ദേഹത്തെ അടുത്തറിയുന്നതിനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച പൊതുപ്രവർത്തകരിൽ ഒരാളാണ് അദ്ദേഹം എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കിക്കാൻ സാധിക്കുകയില്ല. കേവലം രാഷ്ട്രീയക്കാരനാകാതെ സാമൂഹ്യ പ്രവർത്തനത്തിൽ കൂടി ഊന്നൽ നൽകി പൊതുജീവന സേവനം ചെയ്യുന്നതിൽ മാഷ് ശ്രദ്ധ വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാധനം ട്രസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ. ഭരണപരമായ രംഗത്ത് ഉള്ള നേട്ടങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഭക്ഷ്യ സുരക്ഷാ മന്ത്രി ആയിരുന്ന കാലത്ത്, കേരളത്തിലെ ടൂറിസം മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സേവനവും ശ്ലാഘിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഭരണരംഗത്ത്, രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത്, പൊതുജന സേവന രംഗത്ത്, സാഹിത്യ രംഗത്ത് എല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ തോമസ് മാഷ് തീർച്ചയായും ഏറ്റവും മികച്ച പൊതുപ്രവർത്തകരിൽ ഒരാളാണ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നതിൽ അല്പം പോലും അതിശയോക്തിയില്ല. ഒരു മഴവിൽ വേദിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് പറയുന്ന കാര്യം എല്ലാവർക്കും ബാധകമാണെന്ന് വിചാരിക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ഇവിടെ ഇരിക്കുന്ന പൊതുവെ രാഷ്ട്രീയ നേതാക്കളാണ് ഇവിടെ കൂടുതൽ, നല്ല രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ കൂടുതലുള്ളത്. സാധാരണ രാഷ്ട്രീയക്കാരെക്കുറിച്ച് വിമർശനാത്മകമായിട്ട് കുറ്റപ്പെടുത്തി, കളിയാക്കി, പരിഹസിച്ച്, കൊച്ചാക്കി സംസാരിക്കാനാണ് നമ്മുടെ സമൂഹത്തിലെ പ്രവണത. എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ ഇറങ്ങി തിരിച്ചു വന്നു എന്നുള്ള മട്ടിൽ. പക്ഷേ നമ്മൾ പലപ്പോഴും മറക്കുന്ന കാര്യം, ഈ ചായക്കടയുടെ മുമ്പിലോ വീട്ടിലെ ഡ്രോയിങ് റൂമിലോ ചാനൽ ചർച്ചയിലോ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ പരിഹസിക്കുന്നവർ, ആക്ഷേപിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. അവരെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും ഇവർ ചെയ്യുന്ന പോലെയുള്ള പ്രവർത്തനം, സേവനം കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്ന്. ഈ 80-ാം വയസ്സിൽ അദ്ദേഹം സന്തോഷപൂർവം, ചാരിതാർത്ഥ്യപൂർവം ഓർമ്മിക്കേണ്ട കാര്യം, ഈ കാലം അത്രയും പതിറ്റാണ്ടുകൾ അദ്ദേഹത്തിന് ഒരു നല്ല പൊതുജന സേവകൻ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളത്. അങ്ങനെയുള്ള മാന്യനായ, ബഹുമുഖ പ്രതിഭയായ, കുമ്പളങ്ങിയുടെ ബ്രാൻഡ് അംബാസഡറായ
പ്രൊഫസർ KV തോമസിന് ഈ 80 വയസ്സ് തികയുന്ന സന്ദർഭത്തിൽ അനുമോദനവും ആശംസകളും ഈശ്വരനോട് പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. മലയാള മനോരമ ദിനപത്രത്തിന്റെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ, കഥക്കൂട്ടിലൂടെ ലക്ഷക്കണക്കിന് വായനക്കാരെ എല്ലാ ആഴ്ചയും പ്രചോദിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ജേക്കബ് സാർ, ഒരുപാട് പത്രപ്രവർത്തക പ്രതിഭകളെ വാർത്തെടുത്ത തോമസ് ജേക്കബ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. സാദരം സ്വാഗതം. ഒരുപാട് പത്രപ്രവർത്തകരുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ തോമസ് ജേക്കബ് സാറെ സ്വാഗതം. തോമസ് മാസ്റ്ററെ ഞാൻ പല വിധത്തിൽ ബഹുമാനിക്കുന്നുണ്ട്. അതിൽ 2-3 കാര്യങ്ങൾ മാത്രം വളരെ ചുരുക്കമായിട്ട് പറയാം. മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ച് അനുഭവപാഠങ്ങൾ പഠിച്ച ഒരാളാണ് തോമസ് മാസ്റ്റർ. 73 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അത് ഉടനെ 80 ആകട്ടെ, അത് 100 ആകട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. ഈ പോയതിൽ നിന്നെല്ലാം പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമം ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് ഞാൻ കരുതുന്നു. 50-60 വർഷം നമ്മുടെ രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും മറന്നുപോയ ഒരു കാര്യം മാഷ് ചെയ്യുകയായിരുന്നു. മാഷ് പുസ്തകങ്ങൾ കുമ്പളങ്ങിയെപ്പറ്റി തന്നെ നേരത്തെ 8 പുസ്തകങ്ങൾ എഴുതി. ഇത് കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്കെന്ന് അദ്ദേഹം വിനയം കൊണ്ടാണ് പേരിട്ടത്. ബാക്കിയുള്ളവരൊക്കെ തിരിച്ചാണ് പറയുന്നത്. കാരണം ടൂറിസ്റ്റുകളായി ഇവിടെ വരുന്നവരൊക്കെ ചെങ്കോട്ടയിൽ നിന്ന് കുമ്പളങ്ങിയിലേക്കെന്നാണ് പറയുന്നത്. അത്രമാത്രം കുമ്പളങ്ങി ഒരു ഭയങ്കര ഡെസ്റ്റിനേഷനാക്കി അദ്ദേഹം. ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കുമ്പളങ്ങിയിൽ വരുന്നത്. ഇന്നിങ്ങോട്ട് വന്നപ്പോൾ റോഡ് സൈൻസിലെല്ലാം എറണാകുളത്തിനും കുമ്പളങ്ങിക്കും പോകുന്നത് ഒരേ പ്രാധാന്യത്തോടു കൂടിയാണ് റോഡിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ഭയങ്കര ഒരു ഡെസ്റ്റിനേഷനാക്കി ഇതിനെ വളർത്താൻ തോമസ് മാസ്റ്റർ കഴിഞ്ഞു. ടൂറിസത്തിന് ഇത്രയേറെ പ്രോത്സാഹനം നൽകിയ, ഇത്രയേറെ വിജയം നേടിക്കൊടുത്ത മറ്റൊരാളില്ല. അത് കുമ്പളങ്ങൾക്ക് മാത്രമല്ല, സമീപ പ്രദേശങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിന് മുഴുവനായി അതിൻ്റെ പ്രയോജനം. ഞാൻ ഭക്ഷ്യ സുരക്ഷാ ഇതിനെപ്പറ്റി പറഞ്ഞു. ഭക്ഷ്യവിതരണ ശൃംഖല ഇന്ന് കേരളം ഇന്ത്യയിലെ ഏറ്റവും ആ രംഗത്ത് അറിയപ്പെടുന്ന ഒരു ഇതാണെങ്കിൽ അതിന് കാരണം മാഷ് തന്നെയാണ്. സ്ത്രീകൾ വീട്ടിൻ്റെ ഗൃഹനാഥയായിട്ടുള്ള നിയമപരമായ ഒരു പൊസിഷൻ കൊടുത്തത് മാഷാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങിലും തോമസ് മാഷിൻ്റെ 80ാം പിറന്നാൾ ആഘോഷങ്ങളിലും പങ്കെടുക്കാനായി ഞാൻ എത്തിയിരിക്കുന്നത്. തോമസ് മാഷെ ഞാൻ ആദ്യമായി കണ്ടത് 84-ൽ തോമസ് മാഷിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് മത്സരത്തിലാണ്. അന്ന് ഞാൻ എറണാകുളത്ത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്റ്റാഫ് കറസ്പോണ്ടൻ്റ് ആയിരുന്നു. മാഷിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ കവർ ചെയ്യുന്ന കൂട്ടത്തിലാണ് ആദ്യമായി പരിചയപ്പെട്ടത്. അതിനുശേഷം തോമസ് മാഷിൻ്റെ ആ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഞാനും ഒരു സഹയാത്രികനെ പോലെ പല സ്ഥലങ്ങളിൽ പലയിടത്ത് വെച്ച് കൊച്ചിയിലും ഡൽഹിയിലും വിദേശത്തും എല്ലാം തോമസ് മാഷെ കാണുവാൻ എനിക്ക് അവസരമുണ്ടായി. തോമസ് മാഷിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ദുബായിലെ എൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ഇതുപോലൊരു പിറന്നാൾ ആഘോഷിച്ചു. തോമസ് മാഷും അന്ന് ഷേർലി ചേച്ചിയും ഉണ്ടായിരുന്നു തോമസ് മാഷോടൊപ്പം. ഏറ്റവും അവസാനം ഡൽഹിയിലെ കേരള ഹൗസിൽ ഹ്രസ്വകാലത്തിനാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു.
തോമസ് മാഷെക്കുറിച്ച് പലരും പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് എടുത്തു പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ആ സൗമ്യ സ്വഭാവവും എല്ലാവരുമായി ബന്ധങ്ങൾ നിലനിർത്തുവാൻ ഉള്ള ആ ഒരു കഴിവാണ്. അതിനുവേണ്ടി അദ്ദേഹം സമയം ചെലവാക്കാറുണ്ട്, ശ്രമങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതാണ്. തോമസ് മാഷിൻ്റെ അത്രയും ഒരു സൗഹൃദ വലയം എത്ര പേർക്കുണ്ട് എന്നുള്ളത് സംശയമുള്ളതാണ്. നേരത്തെ സിറിയക് ജോസഫ് സാർ പറഞ്ഞതുപോലെ ഈ ഒരു മഴവിൽ വേദി തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായി. ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകിച്ചും തോമസ് മാഷ് ഈ 17ാം പുസ്തകത്തിന് അഭിനന്ദനങ്ങൾ നേരുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പുസ്തക പ്രകാശനത്തിനും എന്നെ തോമസ് മാഷ് ക്ഷണിച്ചിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് ഞാൻ കാണുന്നത് ഒരു ജീവചരിത്രത്തിനുപരി ഡൽഹിയുടെ ഒരു പരിചയപ്പെടുത്തൽ കൂടിയാണ്. മാത്രമല്ല തോമസ് മാഷ് പല പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചും അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെയധികം കൗതുകത്തോടുകൂടി ഞാൻ വായിക്കാനായി ഇരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ തോമസ് മാഷിന് എല്ലാവിധ ജന്മദിന ആശംസകൾ നേരുന്നു. ഇനി വരും ദിവസങ്ങൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹത്തിന് പ്രായം അദ്ദേഹത്തെ തളർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കുമ്പളങ്ങി എന്ന് പറയുന്ന ഗ്രാമത്തെ ലോകമെമ്പാടും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹം 2001 മന്ത്രിയായിരിക്കുമ്പോഴാണ് തുടക്കം. അന്ന് ഞാനിവിടെ MLA ആണ്. അപ്പോൾ അന്ന് കുമ്പളങ്ങിക്കാരൊക്കെ ധരിച്ചത് വലിയ കെട്ടിടങ്ങളും വലിയ ഹോട്ടലൊക്കെ വരുമെന്നാണ്. പക്ഷെ മാഷ് ഞങ്ങളെ കൂടെ മീറ്റിംഗ് വഴി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതല്ല ഉദ്ദേശം. കുമ്പളങ്ങിയുടെ തനതായ കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുകയും അതുവഴി കൂടുതൽ പേര് കുമ്പളങ്ങിയിൽ വരാനും അതോടൊപ്പം കുമ്പളങ്ങിക്കാർക്ക് തൊഴിലവസരം ഉണ്ടാക്കാനുമുള്ള ഒരു കാര്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു 10-60 റിസോർട്ടുകൾ ഉള്ള ഒരു ഗ്രാമമാണ് കുമ്പളങ്ങി. ഹോം സ്റ്റേ എന്ന് പറയുന്ന പ്രസ്ഥാനം ആദ്യമായിട്ട് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹമാണ്. അങ്ങനെ ഭരണരംഗത്ത് വളരെയേറെ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ കുമ്പളങ്ങി കഥയിൽ അദ്ദേഹം മുഴുവൻ കഥ എഴുതിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ട്രാൻസ്പോർട്ട് ബസ്സിന് വില പറഞ്ഞ കുമ്പളങ്ങിക്കാരുണ്ട്, അറിയോ? ട്രാൻസ്പോർട്ട് ബസ് കയറി തർക്കമായി. അവസാനം പറഞ്ഞ് വിളിച്ചു പറഞ്ഞു, തനിക്ക് ബസ് എത്ര കാശ് തരണം, ചെക്ക് ബുക്ക് എല്ലാ 10 ലക്ഷം രൂപ. അപ്പം അതുപോലുള്ള നിരവധി കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്ന ഒരു നാട്ടിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ ഉന്നത വിദ്യാഭ്യാസം നേടി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. മൂത്തയായിട്ട് ജോസഫ് മാഷ്, അനുജൻ പീറ്റർ, അദ്ദേഹം വൈസ് ചാൻസലർ സയൻറ്റിസ്റ്റ് ആയിരുന്നു. നല്ല വിദ്യാഭ്യാസം നേടി പൊതുരംഗത്ത് വരികയും തൻ്റെ ഗ്രാമത്തെ മറക്കാതെ എന്നും കുമ്പളങ്ങിയെ സ്നേഹിച്ച ഒരാളായിട്ടാണ് ഞാൻ തോമസ് മാഷെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എന്തുകൊണ്ടും അതെനിക്കൊരു ചരിത്രമാണ്. അല്ല, അദ്ദേഹം അടുത്ത ചാപ്റ്റർ നോക്കിയപ്പോൾ അദ്ദേഹം ചാരക്കേസ് കഴിഞ്ഞുള്ള ഇലക്ഷനെ കുറിച്ചാണ്. 96 അന്ന് ഞാനും അദ്ദേഹം ഒരുമിച്ചാണ് ഞങ്ങൾ മത്സരിച്ചത്. ഞാനന്ന് മാഷിന്റെ പോസ്റ്ററോടൊപ്പം ഒരുമിച്ച് അടിച്ചു. പക്ഷെ ഭദ്രവാൻ അടിച്ചില്ല. അന്ന് പല മത്സരിച്ചവരും മാഷിന്റെ പേര് ഒഴിവാക്കിയാണ്. പക്ഷെ ഞാൻ എൻ്റെ പോസ്റ്റർ ഞങ്ങൾ ഒരുമിച്ചാണ്. പള്ളിവരുത്തി പാർലമെന്റിലേക്ക്, അസംബ്ലിക്ക് ഞാനും പാർലമെന്റിലേക്ക് അദ്ദേഹം ഒരുമിച്ചാണ് മത്സരിച്ചത്. അപ്പം അങ്ങനെ ഒത്തിരിയേറെ ബന്ധങ്ങളുള്ള ഒരാളാണ് ഞാൻ ദീർഘിക്കുന്നില്ല. ഒരു കാര്യം ഓർമ്മിച്ച് ഞാൻ നിർത്താം. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ സിറിയക് ജോസഫ് സാറ്, അദ്ദേഹം കുമ്പളങ്ങിക്ക് വേണ്ടി വലിയൊരു കാര്യം ചെയ്തതാണ്, പലർക്കും അറിയില്ല. ഞാൻ 98 MLA വരുമ്പോഴേക്കും നമ്മുടെ പാലം പണി മുടങ്ങി കിടക്കുകയാണ്. അത് അവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് മാറ്റി പുതിയ കോൺട്രാക്ടർ വന്നപ്പോഴേക്കും സ്വല്പം നികത്തണം ഭൂമി. അപ്പോഴേക്കും പെരുമ്പടപ്പുള്ള കോടതി കേസ് കൊടുത്ത് ഇഞ്ചക്ഷനായി. അന്ന് അദ്ദേഹം അഡീഷണൽ എഴുതിയാണ്. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം സൈറ്റ് ഒന്ന് നോക്കി അദ്ദേഹം തന്നെ വാദിച്ചാണ് ആ സ്റ്റേ ഇഞ്ചക്ഷൻ മാറ്റി കുമ്പളങ്ങി പാലം വീണ്ടും പണിയാൻ ഇടയായത് എന്നുള്ള സാന്ദർഭികമായ പലർക്കും അറിയാത്തൊരു കാര്യം കൂടെ അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് ഞാൻ ഓർത്ത് ആഗ്രഹിക്കുകയാണ്. ഞാൻ നീട്ടുന്നില്ല. തോമസ് മാഷക്ക് ഇനിയും ദീർഘകാലം ജീവിക്കാനുള്ള
ഒരു ശക്തി കൊടുക്കട്ടെ. മാഷിൻ്റെ ഒരു പുറകിലെ വലിയ ശക്തിയില്ല. സെക്രട്ടറി ഷെർലി ആയിരുന്നു മാഷിൻ്റെ എല്ലാ ശക്തിയും. തോമസ് മാഷിൻ്റെ ജീവിതത്തിലെ ഉയർച്ചയിൽ ഒത്തിരിയേറെ വലിയ പങ്ക് വഹിച്ച ശ്രീമതി ഷെർലിയെ കൂടെ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. തോമസ് മാഷ് ഞാൻ കാണുന്നത് എനിക്കൊരു 20 വയസ്സ് പ്രായമുള്ളപ്പോൾ മാഷ് കഥ ഷർട്ടും കൊണ്ട് കൊടുത്ത് ഒരു ബാഗുമായിട്ട് എൻ്റെ വീടിന് മുമ്പിൽ വൈകിട്ട് ധൃതിക്ക് മാഷിൽ പോകും. മാഷ് അന്ന് സെക്രട്ടേറിയറ്റിലെ പ്രൊഫസറായി കോളേജിൽ പഠിപ്പിക്കുക. അന്ന് പോലെ ആ മാഷിനെ കാണുകയാണ്. അതിനുശേഷമാണ് മാഷ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത്. ആദ്യം ജനപ്രതിനിധി നിലക്ക് അദ്ദേഹം മത്സരിക്കുന്ന ആദ്യം പാർലമെൻറ്റിലേക്കാണ്. അങ്ങനെ മാഷ് MP ആയി, വർഷങ്ങളോളം MP ആയി, കേന്ദ്രമന്ത്രിയായി, MLA ആയി, സ്റ്റേറ്റ് മന്ത്രിയായി. ഒരു ജനപ്രതിനിധി നിലക്ക് മാഷ് ആകമാനം നമ്മുടെ നാട് മുഴുവൻ രാജ്യം മുഴുവൻ തിളങ്ങുന്ന ഒരു വ്യക്തിത്വമാണ്. മാഷിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, മാഷ് എല്ലാവരുമായിട്ടും ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുന്നതാണ്. ഡൽഹിയിൽ മാഷ് ഒരുപാട് കാലം ഉണ്ടായപ്പോൾ സെൻട്രലിലുള്ള എല്ലാവരുമായിട്ടും മാഷ് നല്ല ബന്ധമാണ്, എല്ലാവരുമായിട്ടും. ആ ബന്ധം മാഷിന് പിന്നീട് നമ്മുടെ നാടിന് തന്നെ ഗുണകരമായി മാറിയിട്ടുണ്ട്. കേരള ഗവൺമെൻറ് മാഷിനെ ഗവൺമെൻറ്റിൻ്റെ ഡൽഹിയിലെ പ്രതിയായി നിയമിച്ചപ്പോൾ മാഷിൻ്റെ ബന്ധം അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഓരോ വിഷയങ്ങളും നന്നായി കൈകാര്യം ചെയ്തത് മാഷാണ്. ഡൽഹിയിലുള്ള എല്ലാ കേന്ദ്രമന്ത്രിമാരുമായിട്ടാണെങ്കിലും മറ്റ് പൊളിറ്റീഷ്യന്മാരുമാണെങ്കിലും മറ്റ് ഉന്നത മേഖലകൾക്കാണെങ്കിലും മാഷ് നന്നായി ഇടപെട്ട് പ്രവർത്തിച്ച് ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ്റിനുള്ള കാര്യങ്ങൾ മാഷ് ഒരു ഡൽഹിയിലെ പ്രതിനിധി നിലക്ക് വളരെ നീതിപൂർവ്വം കൃത്യമായി മാഷ് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. 80 വയസ്സ് മാഷിന് ആകുമ്പോൾ ആ 80 വയസ്സെന്ന് പറയുന്നത് മാഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 36ാമത്തെ വയസ്സിലാണ് മാഷ് MP ആകുന്നത്. അതിനു മുമ്പുള്ള മാഷിൻ്റെ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ട് മാഷിന്, മറ്റെല്ലാ മേഖലകളിലും പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആളായി മാഷ് മാറുകയാണ്. മാഷിൻ്റെ ജന്മദിനാശംസകൾ, 80ാം വയസ്സിൽ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കു ചെയ്തു. ആയുസ്സും ആരോഗ്യവും നൽകി ജഗദീശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന ഈ പുസ്തകത്തിൻ്റെ ഒരു ഈ ഫോം എനിക്ക് അദ്ദേഹം അയച്ചു തന്നിരുന്നു. പക്ഷെ അത് അക്ഷരങ്ങൾ ചെറുതായതുകൊണ്ട് ഇതിനകത്ത് വായിക്കാൻ പ്രയാസമായി. മാഷിൻ്റെ മിക്കവാറും പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് മനോഹരമായി അച്ചടിച്ച് രൂപകൽപ്പന ചെയ്ത് ഇറക്കിയിരിക്കുന്ന പുസ്തകമാണ്. ഇത്ര മനോഹരമായി ഈ പുസ്തകം രൂപകൽപ്പന ചെയ്തതിന് മന്ദാരം പബ്ലിഷേഴ്സിന് ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. മാഷ് എന്തെഴുതിയാലും അതിന് വായനാസുഖമുണ്ട് എന്നുള്ളതാണ് ആദ്യ പുസ്തകം മുതൽ മാഷ് എഴുതുന്ന എല്ലാ പുസ്തകങ്ങളുടെയും സവിശേഷത. അതിന് വായനാസുഖമുണ്ട് എന്നുള്ളതാണ്. തെളിഞ്ഞ മലയാളത്തിൽ തനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ നിർമ്മമനായി പറയാനുള്ള മാഷ്ക്ക് അപാരമായ കഴിവ് അഭിനന്ദനീയമാണ്. അദ്ദേഹം തുടർന്നും എഴുതും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ രീതിയിലല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാല പുസ്തക പ്രസാധനത്തിൻ്റെയും പുസ്തക പ്രകാശനത്തിൻ്റെയും മത്സരം തന്നെ കേരളത്തിൽ നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി അല്ലാതെ എഴുത്ത് തൻ്റെ ശീലമാക്കി മാറ്റിയ മാഷിന് ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പുസ്തകത്തിൽ 4 വരി മാത്രം വായിക്കാം. ആ പുസ്തകത്തിൽ ഞാൻ വായിക്കുന്ന വരികൾ ഉദ്ദേശിക്കുന്നത് മാഷിൻ്റെ വ്യക്തിബന്ധത്തിൻ്റെ കഥയാണ്. അതേപോലെ തന്നെ ഒരു വിഷയത്തെ അദ്ദേഹം നിരീക്ഷിക്കുന്ന സ്വഭാവമാണ്. അത് മാത്രം വായിച്ചാൽ 2009 ഞാൻ കൂടി ഉൾപ്പെട്ട
ഡോക്ടർ മൻമോഹൻ സിംഗ് മന്ത്രിസഭ കൊണ്ടുവന്ന പദ്ധതിയാണ് ഗെയിൽ. വൈപ്പിലും ഗുജറാത്തിലും പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചെങ്കിലും വൈപ്പിൽ ഇതിനെതിരെ ശക്തമായ എതിർപ്പുണ്ടായി. ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, വീണ്ടും ഉമ്മൻചാണ്ടി, അവസാനം പിണറായി വിജയൻ എന്നിവർ മുഖ്യമന്ത്രിമാരായി. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇവരെല്ലാം ഡൽഹിയിലെത്തുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും പിന്നീട് വന്ന നരേന്ദ്രമോദിയും ഇവരോട് ചോദിച്ചിരുന്നത് വൈപ്പിൻ ഗെയിൽ പദ്ധതി എന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്നായിരുന്നു. അതായത് കേരളത്തിൻ്റെ വ്യക്തമായ മലയാളിയുടെ വിഷയങ്ങളോടുള്ള സമീപനത്തെ സംബന്ധിക്കുന്ന വ്യക്തമായ ധാരണയാണ് ഈ പുസ്തകത്തിൽ കൂടി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വായിക്കാവുന്ന രീതിയിൽ, ലളിതമായിട്ട് രീതിയിൽ മാഷ് നമ്മുടെ മുമ്പിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും ഡോക്ടർ KS രാധാകൃഷ്ണൻ മാഷ് പറഞ്ഞ പോലെ മനോഹരമായിട്ടുള്ള പുസ്തകത്തിൻ്റെ നിർമ്മാണവും അതേപോലെ തന്നെ ഇതിൻ്റെ ലേഔട്ടും ഇതിൻ്റെ കവർ ചിത്രമൊക്കെ തയ്യാറായിരിക്കുന്നത് സുധീറാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഡൽഹിയിലുള്ള സുധീർ. അങ്ങനെയുള്ള എല്ലാവർക്കും ഇതിൻ്റെ അനുമോദന മാസത്തിൽ അവരെല്ലാവരും അർഹിക്കുന്നുണ്ട്. മാഷിൻ്റെ 80ാം പിറന്നാൾ വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ തുടക്കമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മാഷിനെ അനുമോദിക്കാൻ ഞാൻ ആരുമല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ മാഷിൻ്റെ പാദങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് എനിക്ക് 80 വയസ്സ് തികഞ്ഞു എന്നതിനപ്പുറത്ത് കുമ്പളങ്ങിയിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രകാശനം ഞാൻ ജനിച്ചു വീണ, ഞാൻ വളർന്ന കുമ്പളങ്ങിയിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രാധാന്യം. 2004 ഞാൻ ആന്റണി മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കേണ്ട സാഹചര്യത്തിൽ അന്ന് എൻ്റെ സഹപ്രവർത്തകർ പ്രേരിപ്പിച്ചതുകൊണ്ട് ആദ്യമായി എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം ഇറക്കുകയാണ്. ഞാൻ ആദ്യം എഴുതിയത് കുമ്പളങ്ങി കഥകളെന്നാണ്. അപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ആ മാനുസ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, നീ കുമ്പളങ്ങിക്കാരെ കളിയാക്കി മുതലെടുക്കണ്ട, നീയും കുമ്പളങ്ങിക്കാരെ. അങ്ങനെയാണത് എൻ്റെ കുമ്പളങ്ങി അല്ല, ഞാനെൻ്റെ പറഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ കുമ്പളങ്ങിയെക്കുറിച്ചും അതോടൊപ്പം ഞാൻ കണ്ട വ്യക്തികളെക്കുറിച്ചുമൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 4-ാം തീയതി മുതൽ തിരഞ്ഞെടുപ്പ് കൗണ്ടിങ് കഴിഞ്ഞ അന്ന് മുതൽ ഞാനിപ്പോൾ ഡെയിലി നോട്ട് എഴുതുന്നു ഇന്ന് നടക്കുന്ന സംഭവ വികാസം. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് തോമസ് ജേക്കബിനെ കുറിച്ച്. മിക്കവാറും എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്ക് ഞാൻ തോമസ് ജേക്കബിനെ വിളിക്കും. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ കഥക്കൂട്ട് എന്ന മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലെ ആ ഒരു വിഷയം. ചില ബുധനാഴ്ച മനോരമ കിട്ടാൻ താമസിക്കും, എനിക്ക് ഇന്ന് കിട്ടിയിട്ടില്ല. അതിനൊരു ജീവനുണ്ട്. അതാണ് തോമസ് ജേക്കബിൻ്റെ ഇന്നിവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അദ്ദേഹം തൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഫലപ്രദമായി അവതരിപ്പിക്കുന്നു എന്നുള്ളത്. ഞാൻ ഏത് സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചാലും സാധിക്കുന്നതും തോമസ് ജേക്കബ് പറയും. മറ്റൊന്ന് മുൻ ചീഫ് ജസ്റ്റിസ് സുധീർ ജോസഫാണ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. അദ്ദേഹം അത് ഇരുത്തിക്കൊണ്ട് പറയുന്നത് ശരിയല്ലെങ്കിലും സാമൂഹ്യ ബോധമുള്ള ഒരു ജഡ്ജിയാണ്. അതിലദ്ദേഹം ചില വിധികൾ, അപ്പം അദ്ദേഹം റിട്ടയർ ചെയ്തുകൊണ്ട് എനിക്ക് പറയാം, ചില വിധികൾ സാമൂഹ്യ കാഴ്ചപ്പാടോടുകൂടിയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ പല ജഡ്ജിമാർക്കും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. അതിലൊന്ന്, ഞാൻ കേരള ടൂറിസം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ
എറണാകുളത്തെ പഴയ ഗസ്റ്റ് ഹൗസ് അത് പൊളിച്ച് പുതിയ ഗസ്റ്റ് ഹൗസ് പണിയാനുള്ള തീരുമാനമാണ് ഗവൺമെൻറ്. അപ്പോൾ എനിക്ക് ഹെറിറ്റേജ് ബിൽഡിങ്സിനോട് വലിയ താല്പര്യമാണ്. പഴയ കെട്ടിടങ്ങളാണ്. എറണാകുളത്തെ പഴയ ഗസ്റ്റ് ഹൗസ് ദിവാൻമാർ പണിതതാണ് അവർക്ക് വേണ്ടി. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ എന്ത് വിധത്തിൽ സമ്മർദ്ദം നടത്തിയാലും ആ കെട്ടിടം പൊളിഞ്ഞു പോകും, പുതിയത് പണിയും. അപ്പം ഞാൻ പുതിയത് പണിയുന്നതിനുള്ള ഇതിൽ പഴയത് പൊളിക്കരുത് എന്നുള്ളതാണ്. അദ്ദേഹത്തെ പോയി കണ്ട് ഞാൻ പറഞ്ഞു, ഒരു ഉപകാരം ചെയ്യണം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു പെറ്റീഷനുമായിട്ട് അവിടെ കോടതിയിൽ വരും, അത് ഈ ഹെറിറ്റേജ് ബിൽഡിങ് പൊളിക്കരുത് എന്നാണ്. സാധാരണ ജഡ്ജിമാരെ ഇടപെടുന്ന കാര്യമല്ലെങ്കിലും അദ്ദേഹം ആ പൊളിച്ചു പണിയുന്നത് സ്റ്റേജിൽ ഞങ്ങൾ നിലനിർത്തിയെന്ന് മാത്രമല്ല, അത് പുനരുദ്ധരിച്ചു. പഴയ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട്, പഴയ മനോഹര നിലനിർത്തിക്കൊണ്ട് അത് പുനരുദ്ധരിച്ചു എന്ന് മാത്രമല്ല, ആ പുനരുദ്ധരിച്ച ഹെറിറ്റേജ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം. ഇന്നും ആ പ്ലേറ്റ് അവിടെയുണ്ട്. ഇതാണ് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ധാരാളം വെല്ലുവിളികൾ നേരിടുന്നതാണ്. പക്ഷേ വെല്ലുവിളികൾ വരും എന്നത് കൊണ്ട് നമുക്ക് ഒളിച്ചോടാൻ കഴിയില്ല. എന്നെക്കുറിച്ച് ഒത്തിരി പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാരനായിരുന്നു ഫ്രഞ്ച് ചാര കേസ്. വരുമാനത്തിൽ കൂടുതൽ സ്വത്തുണ്ട് എന്ന് പറഞ്ഞ ആരോപണം കേട്ടയാണ്. ഒത്തിരി പരാതി. പക്ഷെ ആ പരാതികൾ അതിൻ്റെ വഴിക്ക് പോകും. ഞാനിത് പഠിച്ചത് 2 വ്യക്തികളിൽ നിന്നാണ്. ഒന്ന് ശ്രീ കെ കരുണാകരൻ, മറ്റൊന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി പദമുള്ള പിണറായി വിജയൻ. 2 പേരും എന്നെ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. കൊച്ചിൻ അന്തർദേശീയ വിമാനത്താവളം വരുന്ന സന്ദർഭത്തിൽ എന്താരോപണമായിരുന്നു? വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഒരു എയർപോർട്ടില്ലേ, അതുപോലെ പിന്നെന്തിനാ മറ്റൊന്ന് പണിയുന്നത്? അപ്പം അതിൻ്റെ ലക്ഷ്യം അവിടെ എല്ലാ സ്ഥലം വാങ്ങിക്കിട്ടുണ്ട്. അന്ന് തൃശ്ശൂർ എറണാകുളം റൂട്ടിൽ ഏതെങ്കിലും ഒരു 3 നില കെട്ടിടം വന്നാൽ എല്ലാവരും പറയും അത് മുരളിയുടെ, കെ മുരളിയുടെ. അതുപോലെ തന്നെ വൈപ്പിൻ എറണാകുളം പാലങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അവിടെ ആരെങ്കിലും 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചാൽ പറയാം അത് തോമസ് മാഷ് ലീഡർക്ക് വേണ്ടി വാങ്ങിക്കുന്നു. അതുപോലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വന്ന് ഇന്ദിരാ സ്റ്റേഡിയം എന്ന് ചോദിച്ച ആളുകൾ. പക്ഷേ ഇന്ന് അഭിമാനത്തോടുകൂടി നാം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണുന്നു, വൈപ്പിൻ എറണാകുളം പാലങ്ങൾ കാണുന്നു, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അതുപോലെ തന്നെയാണ് ഞാൻ ശ്രീ പിണറായി വിജയനെ കാണുന്നത്. അത് ഈ സന്ദർഭത്തിൽ പറയാൻ കാരണം, ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാജയപ്പെട്ടതാണെങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മറക്കാൻ കഴിയും. ഇവിടെ സൂചിപ്പിക്കുന്ന വൈപ്പിനിൻ്റെ ഗെയിൽ പ്രോജക്റ്റ്, ഗ്യാസ് അതോറിറ്റിയുടെ പ്രോജക്റ്റ്, ഞാൻ മന്ത്രിസഭയിൽ ഇരുന്നപ്പോൾ ഞാൻ കൂടി പങ്കാളിയായി പാസ്സാക്കിയതാണ്, വൈപ്പിനിലും ഗുജറാത്തിലും. പക്ഷെ ഗുജറാത്തിലെ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പോലും വൈപ്പിനിൽ തുടങ്ങാൻ കഴിഞ്ഞില്ല. ആ പ്രോജക്റ്റ് ആരംഭിച്ച കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, പിന്നീട് VS വന്നു, അതിനുശേഷം ഉമ്മൻചാണ്ടി വന്നു, പിന്നെയാണ് പിണറായി വിജയൻ വരുന്നത്. ആദ്യകാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗാണ്. പിന്നീട് പ്രധാനമന്ത്രി 2014 വരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. എല്ലാവരും ചോദിച്ചു വരുന്ന മുഖ്യമന്ത്രി നടക്കുമോ, അത് കൂട്ടട്ടെ. അങ്ങനെയാണ് പിണറായി വിജയൻ ഡൽഹിയിൽ വരുമ്പോൾ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചു വൈപ്പിന് എന്ത് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു ഇത് നടത്തുക. എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം വളരെ ശക്തി പ്രകടനത്തിൽ നടത്തി, ലാത്തിചാർജ് നടത്തിയാണ് നൃത്തം ചെയ്തത്. പക്ഷേ ഇന്ന് കേരളത്തിനും തമിഴ്നാടിനും കർണാടകയ്ക്കും വളരെയധികം വികസന കാര്യത്തിൽ സഹായിയായി മാറിയിട്ടുള്ളതാണ് ആ പ്രോജക്റ്റ്. മറ്റൊന്ന് നമുക്കറിയാം, മൻമോഹൻ സിംഗ് 2 പ്രാവശ്യമേ ചിന്തിച്ചിട്ടുള്ളൂ. ഒന്ന്, അദ്ദേഹം ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരുന്നു. ഞാനെന്നാ മന്ത്രിസഭയിലുണ്ട്. കേരളത്തിൻ്റെ VS അച്യുതാനന്ദ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രി VS അച്യുതാനന്ദ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർ പ്രധാനമന്ത്രിയെ കാണാനാണ്. മന്ത്രിസഭയിൽ അംഗമെന്നവർ എന്നെ വിളിച്ചു, ഒരു പ്രമേയം കൊടുത്തു,
കേരള നിയമസഭ ഒറ്റക്കെട്ടായി പാസ്സാക്കി. എന്താണെന്നറിയോ? ദേശീയപാതയ്ക്ക് 30 മീറ്റർ വീതി. ഇത് വായിച്ചിട്ടാണ് അദ്ദേഹം തിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും 45, 50, 70 പോകുമ്പോൾ കേരളത്തിൽ പറയുകയും മതി. ആ 30 മീറ്ററിൻ്റെ സ്ഥാനത്താണ് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ യാത്ര ചെയ്താൽ മനസ്സിലാവും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുന്ന ഡിസംബർ മാസത്തിൽ 45 മീറ്ററും 70 മീറ്ററും ആകാശപാതയിലുള്ള കേരളത്തിന് അഭിമാനകരമായ ദേശീയപാത ചെറിയ കാര്യമാണ്. ഇത് പിണറായി വിജയൻ്റെ നേട്ടമല്ലേ? അദ്ദേഹത്തിൻ്റെ ശക്തിയല്ലേ? ഏറ്റവും അവസാനം ഞാൻ വിഴിഞ്ഞ പ്രോജക്റ്റാണ്. ഉമ്മൻചാണ്ടി ഞാൻ തുടക്കം കുറിച്ചു. എനിക്കൊരു പങ്കാളിത്തമുണ്ട്. അന്ന് ആരും എടുക്കാതെ വന്നപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ ആണ് കടന്നു വന്നത്. അവർക്ക് കേരളത്തെക്കുറിച്ച് നന്നായിട്ടറിയാം, കേരളത്തിലെ പ്രശ്നങ്ങളറിയാം. അതുകൊണ്ട് അവർ ടെൻഡർ എടുക്കാൻ തയ്യാറായി. പക്ഷെ ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും വിധത്തിൽ മാർഗമുണ്ടെങ്കിൽ മാറ്റി. ഞാൻ അതിനാണ് എൻ്റെ വീട്ടിൽ അദാനി ഗ്രൂപ്പിൻ്റെ ചെയർമാനെ വിളിപ്പിച്ചു, സംസാരിച്ചു. ഉമ്മൻചാണ്ടിയും അദാനി ഗ്രൂപ്പിൻ്റെ ചെയർമാനും കൂടി സംസാരിച്ച ശേഷം അവർ കൈകൊടുത്ത് എൻ്റെ ബെഡ്റൂമിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ കേരളത്തിലേക്ക് വരും. ആ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുന്നതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ എടുത്ത ധീരമായ തീരുമാനം. എത്രയോ സമരങ്ങളാണ് നടന്നത്. സ്വാഭാവികമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇന്ന് അഭിമാനകരമായി, ഇന്ത്യക്ക് അഭിമാനകരമായി മാറുക. ഞാൻ പറയാൻ കാരണം രാഷ്ട്രീയ രംഗത്ത് വെല്ലുവിളികളുണ്ടാകും. പക്ഷേ ജനങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ സൂചിപ്പിച്ച ഭക്ഷ്യസുരക്ഷാ നിയമം സോണിയാഗാന്ധിയുടെ പ്രോജക്റ്റാണ്. അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് 2013 നവംബറിൽ അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ പിന്തുണ പ്രഖ്യാപിച്ചത് വലിയ പനിയുള്ള സന്ദർഭത്തിൽ പോലും സോണിയാഗാന്ധി പാർലമെൻറ്റിൽ വന്ന് അതിനാദ്യം സപ്പോർട്ട് ചെയ്തവരെ. സാധിക്കുന്നത് തെറ്റാതെ നോക്കണം, പാളിപ്പോകാതെ നോക്കണം, പക്ഷേ ഭയപ്പെട്ട് പിന്നോട്ട് പോകാം. ഇതാണ് ഞാൻ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളത്. എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഇവിടെ രാധാകൃഷ്ണമായിട്ട് അദ്ദേഹം പോയി. ഇവിടെ നന്ദകുമാറുണ്ട്. നന്ദകുമാർ നമ്മുടെ അന്തർദേശീയ പുസ്തകോത്സവത്തിൻ്റെ പ്രസിഡൻ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. എന്നോട് പലരും പറഞ്ഞു, മാഷെന്തിരാ BJP-ക്കാരുടെ കൂടെ പോകും. പക്ഷേ എനിക്ക് ആ പ്രസ്ഥാനത്തെ അറിയാം. നമ്മുടെ GS ദാരാസിംഗ്, ഹെൻറി ഓസ്റ്റിൻ, VR കൃഷ്ണയ്യർ തുടങ്ങിയ എറണാകുളത്തിൻ്റെ അഭിമാനമായ മഹാരഥന്മാർ തുടങ്ങി വെച്ച പ്രോജക്റ്റാണ്. അത് നന്ദകുമാർ മുന്നോട്ട് പോയി. ഞാൻ പറഞ്ഞത് ഇത് നടത്താനാണ് വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടത്താൻ, പക്ഷെ ആ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകണം. അതുപോലെ KS രാധാകൃഷ്ണൻ അദ്ദേഹം വന്നിട്ട് പോയി. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അദ്ദേഹം കോൺഗ്രസിലുണ്ടായിരുന്നു, വൈസ് ചാൻസലറായിരുന്നു, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെമ്പറായിരുന്നു. പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് BJP-യുമായി ബന്ധപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം അതുതന്നെ സമീപനം. എനിക്ക് ഒരു അത്താണിയുമില്ലാതെ വന്ന സന്ദർഭത്തിൽ ഞാൻ അന്നും ഇന്നും എൻ്റെ മനസ്സിലുള്ളത് കോൺഗ്രസ്സാണ്. പക്ഷേ ഞാൻ പുറത്ത് തള്ളപ്പെട്ട് ചവിട്ടി പുറത്തു പോയ സന്ദർഭത്തിൽ എനിക്കൊരു കൈപിടിച്ച് എനിക്കൊരു ഉത്തരവാദിത്വം നൽകിയത് എൻ്റെ ഏറ്റവും അടുത്ത ആത്മസുഹൃത്തുക്കൾ ഒരാളായ യെച്ചൂരിയാണ്, CPM-ൻ്റെ ജനറൽ സെക്രട്ടറി. പിന്നെ എൻ്റെ ചിരകാല സുഹൃത്ത് MA ബേബി. ഞാനും ബേബിയും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയ ബന്ധത്തിനപ്പുറത്താണ്. പിന്നെ കൊടിയേരി ബാലകൃഷ്ണൻ. അവർ 3 പേരും കൂടിയാണ് എനിക്കൊരു ഉത്തരവാദിത്വം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പാർട്ടി ചേരാൻ പറ്റും, എന്ത് ഉത്തരവാദിത്വം ചെയ്യാം. അപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, എന്തിനാ പാർട്ടി ചേരുന്നത്? അഭിമാനത്തോടെ ഞാൻ പറയാം, കഴിഞ്ഞ 3 വർഷക്കാലം കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ട്രഷറിയിൽ 4000 കോടി രൂപയുണ്ട്. കണക്കൊക്കെ റിസർവ് ബാങ്കിൽ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ജനങ്ങളോടാണ് ഉത്തരവാദിത്വം. അതിന് ഭയപ്പെട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ ഈ പുസ്തക പ്രകാശനം നടത്തുമ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ 80ാം ജന്മദിനം കൂടി വന്നിരിക്കുന്നു. തീർച്ചയായും ഞാൻ ജനിച്ചു വീണ നാട്, എനിക്ക് മാമോദീസ നൽകിയ പള്ളി, ഞാൻ പഠിച്ചു വന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം, എൻ്റെ അപ്പനും അമ്മയും ബന്ധുക്കളും അവസാനം എൻ്റെ പ്രിയ സഖി ഷെർലിയും അന്തി ഉറങ്ങുന്നതുമാണ്.
അവിടെ ഞങ്ങൾ സിബത്തേരി പോയിട്ടാണ് വന്നത്. എനിക്കറിയാം ഞാൻ തിരിച്ചു പോകേണ്ടതാണ്. ഈ മണ്ണിനോട് എനിക്ക് വലിയ കടപ്പാടും ബന്ധവും എന്നെ ഞാനാക്കിയത് കുമ്പളങ്ങിക്കാരാണ്. ഞാൻ 84 മത്സരിക്കുന്ന സന്ദർഭത്തിൽ ആദ്യം എന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ ആളുകൾ, അവർക്ക് അത്ഭുതമായിരുന്നു. അന്ന് 38 വയസ്സേ എനിക്കുള്ളൂ. പക്ഷേ എന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ അതേ ആളുകൾ ഞാൻ 6 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ 6ലും എനിക്ക് വലിയ ഭൂരിപക്ഷം നൽകിയത് കുമ്പളങ്ങിക്കാരാണ്. എനിക്കത് വിസ്മരിക്കാൻ കഴിയില്ല. എന്നെ ഞാനാക്കിയത് അവരാണ്. കുമ്പളങ്ങിക്കാരനെന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അത് കുമ്പളയെക്കുറിച്ച് ഒത്തിരി കഥകളുണ്ട്, ചെറിയ കഥകളുണ്ട്, ഇപ്പോഴും പല കഥകളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കുമ്പളങ്ങിയുടെ പ്രത്യേകതയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുമ്പളങ്ങി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരേണ്ട ഈ മണ്ണിലേക്കാണ്, 6 മണ്ണിലേക്കാണെന്ന് അറിയാം. പക്ഷെ അതോടൊപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഈ മണ്ണിൽ ഈ 80-ാം വയസ്സിൽ ഒന്നിച്ച് എല്ലാവരെയും കാണാൻ കഴിഞ്ഞു എന്നൊരു സന്തോഷമുണ്ട്. ഇത് പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ജസ്റ്റിസ് സിറിയ ജോസഫ് ആണെങ്കിലും മറ്റു ഇവിടെ വന്നവരൊക്കെ എൻ്റെ വളരെ അടുത്ത്, തോമസ് ജേക്കബ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശാരീരികമായി സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. ഒരു വടി വേണം, വടിയില്ലാതെ വടിയെടുത്ത ആളാണ്. അപ്പോൾ തോമസ് ജേക്കബിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ മാക്സി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ ദുഃഖത്തോടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മാക്സി എല്ലായിടത്തും ഈ കുമ്പളങ്ങിയിലൊക്കെ ചെയ്ത വികസന കഥകൾ അതാരും തോറ്റുപോകാം, തിരഞ്ഞെടുപ്പ് തോറ്റുപോകും. പക്ഷേ മാക്സി ചെയ്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് എല്ലായിടത്തെ ടെട്രാപോഡ് വെച്ച് നിർത്തി മനോഹരമായ കടൽഭിത്തി, ആ കടൽഭിത്തി ഉള്ളിടത്തോളം കാലം മാക്സിയെ ജനങ്ങൾ മറക്കില്ല എന്ന് പറയാൻ എനിക്ക് കഴിയും. ഞാനിത് തന്നെ ഡൊമിനിക്കിനോടും പറഞ്ഞത്. ഡൊമിനിക്ക് നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ജയിക്കുകയും തോക്കുകയും ചെയ്യും, അത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ അത് കൃത്യമായി ചെയ്യണം. അത് ഈ മണ്ണിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിനെ എന്നെ സഹായിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറഞ്ഞു. ഒരു കാര്യം കൂടി, ഈ ബുക്ക് മന്ദാരം പബ്ലിക്കേഷൻസാണ് ചെയ്തത്, സണ്ണുക്കുട്ടി എബ്രഹാം. അദ്ദേഹം 540 രൂപയാണ് ഇതിന് വില കിട്ടിയിരുന്നത്. അപ്പോൾ ഒരു 250-300 രൂപയ്ക്കെങ്കിലും വിൽക്കണം എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞു, ഇന്നത്തെ ഈ സമ്മേളനത്തിൽ വരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ബുക്ക് അവർക്ക് അത് സൗജന്യമായി തന്നെ വീട്ടിൽ കൊണ്ടുപോയി വായിക്കാൻ വേണ്ടി പുസ്തകം നിങ്ങൾക്ക് കൗണ്ടറിൽ നിന്ന് കിട്ടും, 10 പൈസ കൊടുക്കണ്ട, ഇന്ന് പോയി വായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ കിട്ടിയെന്നുകൊണ്ട് വായിക്കാതിരിക്കരുത്. വായിക്കുന്നവർക്കെല്ലാം ഈ പുസ്തകം കൊണ്ടുപോകാം. പിന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപന ഈ അബീലിയ ഹോള്, ഞാൻ പഠിച്ച ഈ സ്കൂളിലെ ഹോള്, ഈ സ്റ്റേജിലാണ് ഞാൻ പ്രസംഗം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേജ് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഇവിടെ ഞങ്ങൾ 10 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ആധുനിക ഡിജിറ്റൽ ലൈബ്രറി ഈ സ്കൂളിന് സ്ഥാപിക്കണം എന്ന തീരുമാനം കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ട്രസ്റ്റിൻ്റെ തീരുമാനങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനവുമായി എനിക്ക് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകം എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. എല്ലാ ബന്ധുക്കൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.